ഹായ്. എൻ്റെ അടുത്ത് ഒരുപാട് ഡ്രസ്സുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒരുപാട് ഡ്രസ്സ് വാങ്ങി കൂട്ടുന്നുണ്ടെന്നല്ലാതെ ഞാൻ അതൊന്നും സ്റ്റൈൽ ചെയ്യുന്നില്ല, ഇടുന്നില്ല, എവിടെയും പോകുന്നാലും ഇടുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒരു ഡ്രസ്സ് സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതാണ് ആ ഡ്രസ്സ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ഇവിടെ ഒരു മുന്നിലൊരു സ്ലിറ്റൊക്കെ വരുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു ഉത്സവത്തിന് വാങ്ങിയതാണ്. ഇറ്റ്സ് ഗുഡ്. ഇതും ബ്ലാക്ക് ജീൻസാണ് ഇന്ന് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഇതാണ് ആ ഡ്രസ്സ് കേട്ടോ. ഇനി നമുക്ക് ആക്സസറൈസ് ചെയ്യാം. ഇതാണ് ഞാൻ ആക്സസറൈസ് ചെയ്യാൻ പോകുന്ന മാല കേട്ടോ. ഒരാൾ ഇവിടുന്ന് കരയുന്നുണ്ട്, അത് കാര്യമാക്കണ്ട. അത് അവരുടെ മമ്മിയുടെ ഒരു സമാധാനമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ എടുത്ത് കൊണ്ടുവന്നാണ്. സോ എനിക്കിത് കിട്ടണം. അതാണ് ഞാൻ ആക്സസറൈസ് ചെയ്യാൻ പോകുന്ന മാല. തുടങ്ങി, ആൾ തുടങ്ങി. 1 മിനിറ്റ്. ഇയാളാണ് കരഞ്ഞോണ്ടിരിക്കാൻ. ചുമ്മാ കരയുന്നേ. നല്ല കരച്ചിലാണ്. ഞാൻ ഇതിന് വിട്ടിട്ട് ഈ മാല ഉണ്ടല്ലോ, ഇത് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ ബാംഗ്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ആ ചേച്ചി എന്നോട് ആദ്യം 300 പറഞ്ഞേ. എന്നിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു വേണ്ട 300 ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. നമ്മൾ മുന്നോട്ട് നടന്നപ്പോൾ ആ ചേച്ചി പറഞ്ഞു 250 ഓക്കെ. എന്നാലും നമ്മൾ മുന്നോട്ട് നടന്നു. നമ്മളൊന്നും ബാർഗനിങ് ഒന്നും ചെയ്തില്ല. കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ 200 ഓക്കെ. എന്നാലും നമ്മളൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയാ വേണ്ട. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ആ ചേച്ചി അറിയാം 150. അപ്പോൾ ഞാൻ പറഞ്ഞു പ്ലീസ് വാങ്ങാം. അങ്ങനെ വാങ്ങിയതാണത്. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. അതിൻ്റെ കൂടെ ഇതാണ് പെയർ ചെയ്യുന്നത്. ഇത് ഞാൻ പണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2021 22 അതേതോ 2021 തോന്നുന്നു. ഞാൻ കാശ്മീർ പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് തുരുമ്പ് പിടിച്ചൊക്കെ തുടങ്ങി. ഇതെൻ്റെ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓർണമെൻറ്റ്സ് വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇട്ട് സംതൃപ്തരാവുക. ഇല്ലെങ്കിൽ ഇങ്ങനെ കൊണ്ടാച്ചിട്ട് വർഷങ്ങളോളം കൊണ്ടാച്ചിട്ട് അത് ഇടുമെന്ന് നോക്കുമ്പോൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ അത് ഇടാൻ പറ്റത്തില്ല. എനിക്കിനിപ്പോൾ ഇത് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. ഇനി കമ്മൽ എൻ്റെ കസിൻ്റെതാണ്. കസിൻ്റെ അടുത്ത് ഒരുപാട് നല്ല കമ്മൽസ് ഉണ്ട്. ഒരുപാട് വലിയ നല്ല കമ്മൽസ് ഉണ്ട്. കണക്ഷൻ ഉണ്ട് അവരുടെ അടുത്ത്. ഭയങ്കര ഇഷ്ടമായി അങ്ങനെ എടുക്കാനത്. അപ്പോൾ ഇച്ചിരി ഓവറെന്ന് എനിക്കറിയാം, പക്ഷെ ഓക്കെ. ഇതാണ് ഇന്നത്തെ ഫിറ്റ്. എൻ്റെ മമ്മി എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മമ്മി പറയും പക്ക അണ്ണാച്ചി ലുക്ക് ഉണ്ട്. ബട്ട് യു നോ വാട്ട്, നോബഡി കേസ്. എൻ്റെ മമ്മി ഇവിടെ കാണാനില്ലാത്തതുകൊണ്ട് ഡാഡി എന്നെ പറഞ്ഞായിരുന്നു. ഡാഡിന് ഞാൻ ഈ മാല കാണിച്ചപ്പോൾ ഡാഡി എന്തൊക്കെ ഓല ചോക്കി എന്നാണ് ചോദിച്ചത്. സോ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ്. എന്ത് ചെയ്യണം, ഇത് കണ്ണാച്ചിയുള്ള സാധനമാണ് നല്ലതും വിചാരം. ബട്ട് ഐ ലൈക്ക് ദിസ്. ലുക്ക് ഹൗ ബ്യൂട്ടിഫുൾ. ടാറ്റാ. അപ്പം അത്രയേ ഉള്ളൂ.